എന്തുകൊണ്ടാ കരയില്ല കരയില്ല പാല് കുടിച്ചോ പാല് കുടിച്ചോ എന്റെ മോളല്ലേ കരയത് കരയില്ല 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 പാല് കുടിക്ക കരയരുത് 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 മോളല്ലേ മത്തായി മത്തായി ഓ കരയരുത് മോള് കരയരുത് എവിടെയെങ്കിലും പോയി ആയെ വിളിച്ചോണ്ട് വരും. കുഞ്ഞ് കുപ്പിപ്പാൽ കുടിക്കുന്നില്ലെന്നും കരച്ചിൽ നിർത്തുന്നില്ലെന്നും പറഞ്ഞാൽ അവർ വരാതിരിക്കില്ല. ഞാൻ പറഞ്ഞെന്ന് പറയൂ. അഡ്രസ് ഇല്ലാത്ത പാർട്ടി എവിടെ പോയി തിരക്കാനാ? സ്കൂളിനടുത്ത് ജാനകി എന്ന് പറഞ്ഞ സ്ത്രീ താമസമുണ്ട്. ഏത് ജാനകി? എന്ത് ജാനകി? ആരുടെ ജാനകി? തനിക്ക് പോയി തിരക്കാമോ? ഓ ഈ പിച്ചിപ്പ് വെച്ച് കെട്ടിയാലേ മുലപ്പാൽ പറ്റിക്കൊള്ളും. പണക്കാരുടെ കൊച്ചിന് പാല് കൊടുത്ത് വളർത്തിയിട്ട് എന്താ കാര്യം? അവരുടെ സ്വഭാവം മനസ്സിലായില്ലേ? എന്നാ നീ ഇതെടുത്ത് വെച്ച് കെട്ട്. പാല് തിങ്ങിയുന്ന മുലപ്പനി ഉണ്ടാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. രുക്മേ, ഒരു കാർ വന്നിരിക്കുന്നു. നിന്നെ വിളിക്കാമെന്നതായിരിക്കും. പോകരുതെന്നാണ് എന്റെ അഭിപ്രായം. പോയാല് അവരുടെ കുഞ്ഞ് നിന്റെ ചോര പാലാക്കി കുടിച്ചു വളരും. ആയെ തിരക്കി ഞാൻ എവിടെല്ലാം പോയി. എന്തിന്? വിളിച്ചുകൊണ്ട് ചെല്ലാൻ ഗ്രേസി കൊച്ചമ്മ പറഞ്ഞു. വരുന്നില്ലെന്ന് പറയൂ. അങ്ങനെ പറയരുതേ. ആ കൊച്ച് കരച്ചിലോട് കരച്ചിൽ. പാല് നിറച്ച കുപ്പിയിലോട്ട് അത് തിരിഞ്ഞു നോക്കുന്ന പോലില്ല. അതിന് മുലപ്പാല് തന്നെ വേണം. തള്ളയുടെ മുല പിഴിഞ്ഞാൽ ഒരു തുള്ളി പാല് കിട്ടുന്നില്ല. അതുകൊണ്ട് ആയാ തന്നെ വരണം. പണക്കാരുടെ കൊച്ചല്ലേ, അവരെന്തെങ്കിലും കൊടുത്ത് വളർത്തിക്കൊള്ളൂ. ഞാൻ പോകുന്നു ചേച്ചി. എന്നാ പിന്നെ വരുന്നതൊക്കെ അനുഭവിച്ചോളണം. എന്തു വന്നാലും ഞാൻ പോവാണ്. രുക്മി, എന്നോട് ക്ഷമിക്കൂ. ഇനി എനിക്ക് മനസമാധാനത്തോടെ പോകാം. രുക്മ, ഞങ്ങളോട് ക്ഷമിക്കണം. നീ പോകാൻ കാരണം ഞങ്ങൾക്കറിയാം. മദ്യപിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ മൃഗമാണ്. ഏതായാലും അങ്ങേര് ബോംബെക്ക് പോയി. അടുത്തെങ്ങും തിരിച്ചു വരില്ല. രുക്മ, എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകരുത്.
എന്റെ കുഞ്ഞിന് രുക്മിയില്ലാതെ ജീവിക്കാനാവില്ല. രുക്മ എന്താ ഒന്നും മിണ്ടാത്തെ? എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് സ്വമനസാല ഞാൻ പോവില്ല. തീർച്ച. നല്ല കോമള താമര പൂവോ, ഓമനത്തിങ്കൾ കീടാവോ നല്ല കോമള താമര പൂവോ, പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്ദു തന്റെ നീലാവോ, പരിപൂർണേന്ദു തന്റെ നീലാവോ. വേണ്ട രുക്മമ്മേ. കഴിക്കുമോളെ. കഴിക്കൂ. രുക്മാമേ, രുക്മാമേ, രുക്മാമേ. വരുന്നു എൽസി മോളെ. രുക്മാമേ, ഞാൻ എത്ര വിളി വിളിച്ചു, എനിക്ക് വിശക്കുന്നു. വേഗം കാപ്പിതാ. മോക്ക് കാപ്പി എടുത്തു വെക്കായിരുന്നു ഞാൻ. വേലക്കാരും മറ്റാരും എടുത്തു തന്നാൽ മോള് കഴിക്കില്ലല്ലോ. കോളേജിൽ നിന്ന് വരാൻ വൈകിയതെന്താ? എന്റെ ഫ്രണ്ടിനെ കണ്ടു. പപ്പയും മമ്മിയും കുറെ നേരമായി തിരക്കുന്നു. എന്തിന്? പോയി ചോദിക്കും. അപ്പോഴേക്ക് കാപ്പിയും പലഹാരം എടുത്തു വെക്കാം. ഈ കാര്യത്തിൽ എനിക്ക് ആരോടും ഒരു വാശിയുമില്ല. നമ്മൾ തമ്മിലുണ്ടായ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം മറന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്റെ മകൻ. മമ്മിയും പപ്പയും എന്നെ തിരക്കിയോ? തിരക്കി. എന്താ കാര്യം? നല്ല കാര്യം തന്നെ മോളെ. നിനക്ക് വേണ്ടി ഒരു വിവാഹം ആലോചിച്ചിട്ടുണ്ട്. ഒരു IAS കാരൻ, വലിയ കുടുംബം, കാണാനും യോഗ്യൻ. ശ്രീധനം എന്തോ കൊടുക്കണം പപ്പ? ചോദിക്കുന്നത് കൊടുക്കും. ഞങ്ങൾക്കുള്ളതെല്ലാം നിനക്കല്ലേ. ഓ, IAS കാരൻ കോൾ അടിച്ചല്ലോ. നിനക്ക് നേരം പോക്കാണോ? എന്നാൽ ഗൗരവമായിട്ട് പറയാം, എനിക്ക് ഹസ്ബൻഡിനെ തെരഞ്ഞെടുക്കാൻ പപ്പയും മമ്മിയും ബുദ്ധിമുട്ടണ്ട. അറ്റ്ലീസ്റ്റ് അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരണം. നീ എന്താ മോളെ പറയുന്നത്? മനസ്സിലായില്ലേ? പെണ്ണിന് തുക നിശ്ചയിച്ച് കച്ചവടം ചെയ്യുന്ന കാലം കഴിഞ്ഞില്ലേ പപ്പ? എന്റെ ഭർത്താവിനെ ഞാൻ തെരഞ്ഞെടുക്കും. ഞാൻ ഒരാളെ നോക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ അറിയിക്കാം. ഓക്കെ? രുക്മാമ്മേ, പപ്പയും മമ്മിയും കൂടെ എനിക്കൊരു കല്യാണം ആലോചിച്ച കാര്യം രുക്മാമ്മ അറിഞ്ഞു? അറിഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞ മറുപടി മമ്മി പറഞ്ഞു? പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ രുക്മാമ്മേ? ഞാൻ പപ്പയും മമ്മിയും നിശ്ചയിക്കുന്ന പുരുഷനെ വിവാഹം കഴിക്കണോ, അതോ ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനെ വിവാഹം കഴിക്കണോ?
രുക്മാമ്മ എന്താ ഒന്നും പറയാത്തത്? മോള് നീ സ്നേഹിക്കുന്ന പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കാവൂ.